ഹലോ. അപ്പം ഞങ്ങൾ ഇന്ന് കൊറിയർ ഓഫീസിൽ വരെ പോവാണ്. പോയിട്ട് നമ്മൾ അതുവഴി കായ്ക്കാൻ്റെ കടയിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കും. എറണാകുളത്താണ് കേട്ടോ കായ്ക്കാൻ്റെ. പിന്നെ ഓർമ്മയുണ്ട്, ഞങ്ങൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അതെ, അവിടെ പോയിട്ടില്ല, നമ്മൾ പോയിട്ടുള്ള എറണാകുളത്തല്ലേ. മട്ടാഞ്ചേരിയിൽ നിന്ന് കായ്ക്കാൻ്റെ ഹോട്ടലിൽ പോകും. അധികം കൊറിയർ ഓഫീസിൽ പോകണം. പിന്നെ ചെറിയൊരു അല്ലേ, അമ്മച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മച്ചി ഇവിടെ വീട്ടിലില്ല കേട്ടാ. പിന്നെ അങ്ങനെ 2 വീലറിലാണ് പോണത്. അതെ. അപ്പോൾ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലൊക്കെ ചെറിയ കറക്കവും. മെയിനായിട്ടുള്ള ഉദ്ദേശം കൊറിയർ വന്നിട്ടുണ്ട്, കൊറിയർ എടുക്കുക. അത് മട്ടാഞ്ചേരി തന്നെയാണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ് കായ്ക്കാൻ്റെ ഹോട്ടൽ. പോയാലോ? അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ വന്ന് കൊറിയർ എടുത്തു. ദേ കണ്ടോ, ഇതാണ്. അപ്പോൾ ഞങ്ങൾ കൊറിയറൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ കായ്ക്കാൻ്റെ കടയിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മട്ടാഞ്ചേരിക്ക് പോകുന്നത്. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ കായ്ച്ചിലെത്തിയിട്ടുണ്ട്, കായ്ക്കാൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവരുടെ എറണാകുളത്തുള്ള കായ്സിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബിരിയാണിയാണ്, നല്ല സോഫ്റ്റ് ബിരിയാണിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എറണാകുളത്തുള്ള കായ്സ് ഹോട്ടലിലേക്ക് ഇവിടെ നിന്നാണ്ടാ ബിരിയാണിയൊക്കെ പോണത്. അപ്പോൾ മട്ടാഞ്ചേരിയിലാണ് ഇവിടെ കിച്ചണൊക്കെ ഉള്ളത്. ഞാൻ വർഷങ്ങളായിട്ട് കായ്സ് ബിരിയാണി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊച്ചിയിലെ ഏറ്റവും നല്ല ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടത് കായ്സിലെ ബിരിയാണിയാണ് കേട്ടോ. താരക്ക് പല തവണ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബിരിയാണി കഴിക്കണമെങ്കിൽ 12-12:30 മണിയാകുമ്പോൾ ഉച്ചയ്ക്ക് വന്ന് കഴിക്കണം. അപ്പോൾ ചെമ്പ് പൊട്ടിച്ച ടൈം ആയിക്കോളൂ, നല്ല ചൂടാക്കി. ഇവിടുത്തെ പ്രത്യേകം പുളിയിഞ്ചി ഉണ്ടാവും, പപ്പടം ഉണ്ട്. ചേട്ടൻ എന്ത് ഭക്ഷണം കഴിച്ചാലും നന്നായിട്ട് ആസ്വദിച്ചേ കഴിക്കുള്ളൂ. കാണുന്നവർക്കേ നന്നായിട്ട് കൊതി വരും. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ വേണം കേട്ടോ. ഏതാ? 350 1.5 കിലോ. 4 ചോട്ട് മതിയോ? ചാമ്പക്ക വേണ്ട. അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് നമ്മുടെ എറണാകുളം ടൗൺ ഹാളിൻ്റെ അടുത്താണ്, കൊച്ചിൻ ജിമ്മിൻ്റെ അടുത്താണ് ഇത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ 18-ാം വയസ്സിൽ നമ്മുടെ കൊച്ചിൻ ജിമ്മിലാണ് നമ്മുടെ ജിംനേഷ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ജിമ്മ് കളിച്ചിട്ട് ഇവിടെ വന്നിട്ടാണ് ഫ്രൂട്ട് സാലഡ് കഴിക്കുന്നത്. അപ്പോൾ 10 രൂപ ഉണ്ടായുള്ളൂ കേട്ടാ. അപ്പം ഞങ്ങൾ വീടെത്തി. കായ്ക്കാൻ്റെ കടയിൽ നിന്ന് അമ്മച്ചിക്കുള്ള ബിരിയാണി പാഴ്സലും വാങ്ങി, പിന്നെ പാല് വാങ്ങി പായസം ഉണ്ടാക്കാൻ. പിന്നെന്താണ്, മാമ്പഴമുണ്ട്. വീണ്ടും കാണാം.